ഹായ് ഓൾ, ഐ എം അശ്വതി. എബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെയും ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഇറ്റലി. ഏകദേശം 2 lakh സ്റ്റുഡൻസ് നിലവിൽ ഇറ്റലിയിൽ സ്റ്റേ ചെയ്യുന്നു എന്നാണ് ഇന്ത്യൻ എംബസി റോമിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബെസ്റ്റ് സിറ്റീസ് ഇൻ ഇറ്റലി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. സ്റ്റഡീസിന് വേണ്ടി സ്റ്റുഡൻസ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് മിലാൻ, റോം, ബൊളോഗ്ന, ട്യൂറിൻ, ഫ്ലോറൻസ്, നേപ്പിൾസ്, പാദുവ എന്നീ സിറ്റീസാണ്. ഫസ്റ്റ് നമുക്ക് റോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റോം നമുക്ക് പേര് പോലെ തന്നെ അറിയാം, ഇറ്റ്സ് ദ മോസ്റ്റ് എറ്റേണൽ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇറ്റലി. അപ്പോൾ റോം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഇറ്റലിയുടെ ക്യാപിറ്റലാണ്. ഇവിടെ നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും വേൾഡ് വൈഡ് നെറ്റ്വർക്കിനും സഹായിക്കുന്ന ഒരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയറാണ് ഇറ്റലിയിലുള്ളത്. റോമിലുള്ള നമ്പർ 1 യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് സാപ്പിയൻസ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് റോം ടോർ ഫെർഗാട്ട, ഫോറോ ഇറ്റാലിക്ക യൂണിവേഴ്സിറ്റി ഓഫ് റോം, റോം ട്രീ യൂണിവേഴ്സിറ്റി. അടുത്തൊരു ഫേമസ് സിറ്റിയാണ് മിലാൻ. ഇറ്റലിയുടെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബ് എന്ന് വേണമെങ്കിൽ മിലാനെ പറയാം. ഇറ്റലിയുടെ എക്കണോമിക് ആൻഡ് ഫാഷൻ സെൻ്ററാണ് മിലാൻ. ആഗോളതലത്തിലും വാണിജ്യപരമായിട്ടും ഇറ്റലിയുടെ പവർ ഹൗസ് ആണ് മിലാൻ. മിലാനിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാട് ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റലിയിലുള്ള മേജർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ, ബൈക്കോക്ക, പോളിടെക്നിക്, സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ. അടുത്ത സിറ്റിയാണ് ഫ്ലോറൻസ്. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് താമസിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഫ്ലോറൻസ് ആണ്. ഫ്ലോറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോൺ ആസ് ദ റിനൈസൻസ് ഹോം, അതല്ലാന്നുണ്ടെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് റിനൈസൻസ് എന്നും അറിയപ്പെടുന്നു. സാംസ്കാരികമായ സമ്പന്നതയുള്ള നഗരം എന്നാണ് ഫ്ലോറൻസിനെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ മേജർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറൻസ്, യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്ലെമിംഗ് കോളേജ്, ഫ്ലോറൻസ്. അടുത്ത സിറ്റിയാണ് പിസ. ഇറ്റലിയുടെ സാംസ്കാരിക പൈതൃകം ഉണർത്തുന്ന നഗരമാണ് പിസ. നമ്മൾ പൊതുവെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലീനിങ് ടവർ, ചരിഞ്ഞ ഗോപുരം. അത് സ്ഥിതി ചെയ്യുന്നത് ഈ പിസയിലാണ്. അവിടുത്തെ മേജർ യൂണിവേഴ്സിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് പിസ, സ്കൂള സുപ്പീരിയർ സാന്റ് അന്ന, IMT സ്കൂൾ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ലൂക്ക. അടുത്ത സിറ്റിയാണ് ബൊളോഗ്ന, കൾണറി ക്യാപിറ്റൽ ഓഫ് ഇറ്റലി. ഈ ബൊളോഗ്നയ്ക്ക് ലേൺഡ് സിറ്റി എന്നും പേരിൽ അറിയപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അക്കാഡമിക് ലെഗസി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലൊക്കെ അവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിനെ വെയിറ്റ് ചെയ്യുന്നു. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ബൊളോഗ്നയിലാണ്. അവിടുത്തെ മേജർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോഗ്ന, യൂണിവേഴ്സിറ്റി ഓഫ് മൊഡീന ആൻഡ് റെഗിയോ എമീലിയ, അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ് ഇൻ ബൊളോഗ്ന. അടുത്ത സിറ്റി പാദുവ. പിക്ചർസ്ക്യൂ ആയിട്ടുള്ള, അതായത് അതിമനോഹരമായ ആതിഥ്യമരുളുന്ന ഒരു നഗരമാണ് പാദുവ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് പാദുവ എന്ന് പറയുന്ന നഗരം. ഹിസ്റ്റോറിക് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന പാദുവ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അലോഷിയാനം ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത് പാദുവ സിറ്റിയിലാണ്. അടുത്ത സിറ്റിയാണ് ട്യൂറിൻ. ടെക്നോളജിക്കൽ പരമായിട്ടും വാണിജ്യപരമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ പേരിലും ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിറ്റിയാണ് ട്യൂറിൻ. പോളിടെക്നിക് ഡി ടൊറിനോ, ഇറ്റലിയുടെ ലീഡിംഗ് ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ട്യൂറിനിലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് വൈഡ് റേഞ്ച് ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ടു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. സ്റ്റഡീസിനായിട്ട് നമ്മളൊരു സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് വരുന്ന യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി വരുന്ന സിറ്റി എന്നതിലപ്പുറം നമ്മൾ കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കേണ്ടത് ആ സിറ്റിയുടെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ലിവിങ് എക്സ്പെൻസസും ആണ്. ഇറ്റലിയിലുള്ള സിറ്റീസിൽ ഓരോന്നെടുക്കുമ്പോഴും പല സിറ്റികളിലും പല കൾച്ചറിലാണ്, പല കൾച്ചറൽ ലെഗസിയാണ്, പ്രത്യേക വൈബാണ്, ഓരോന്നിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ സിറ്റീസിലും കോസ്റ്റ് ഓഫ് ലീവിങ്ങും ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് മേജർ സിറ്റിയായ മിലനിൽ നമുക്ക് റെൻറ്റിന് ഒരു റൂം, ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പെർ മന്ത് എങ്ങനെ പോയാലും ഏകദേശം ഒരു 75,000 ടു നിയർലി 1 lakh വരെ പെർ മന്ത് റെൻറ്റിനാവും. പക്ഷേ അതേസമയം നമ്മളൊരു കുഞ്ഞ് സ്മോൾ സിറ്റീസ് ഏതെങ്കിലും നേപ്പിൾസോ ട്യൂറിനോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റേഞ്ച് ബിറ്റ്വീൻ ഒരു 52,000 to 60,000 പെർ മന്ത് ആവുന്നുണ്ട്. ഇറ്റലിയിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ലിവിങ്ങിന്, ഏറ്റവും പീസ്ഫുൾ ലൈഫിന് സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറഞ്ഞത് റോമും വെനീസുമാണ്. ഇനി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് മേജർ സിറ്റീസ് ഇൻ ഇറ്റലിയാണ്. അപ്പോൾ ഇറ്റലിയിലുള്ള സ്റ്റഡീസ്, പ്രിഫേർഡ് ആയിട്ടുള്ള കോഴ്സസ്, ഏറ്റവും സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും വരുന്നത് ഏതൊക്കെ ഫീൽഡിലാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ പ്ലീസ് കോൺടാക്ട് കാംബ്രിഡ്ജ്.